നമസ്കാരം, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു മഴ സീസണിൽ എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. ഈ ഒരു മഴ സീസണിൽ നമ്മൾ എത്ര പുല്ല് പറിച്ചാലും നമ്മുടെ പറമ്പിലാണെങ്കിലും മുറ്റത്താണെങ്കിലും അതുപോലൊക്കെ തന്നെ ഗാർഡനിലുമൊക്കെ ആ പുല്ല് അതുപോലൊക്കെ തന്നെ മഴ പെയ്യുമ്പോഴത്തേന് തിരിച്ച് അതേപോലെ അതിൻ്റെ ഇരട്ടിയായിട്ട് വളർന്നു വരാറുണ്ട് ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടൈമിൽ നമുക്ക് പെട്ടെന്ന് പുല്ല് കളയാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിരിക്കും ഈ ഒരു ടൈമിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നത്തെയും പോലെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്ത് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ ബക്കറ്റിനകത്ത് നമ്മൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതുപോലൊരു കപ്പിന് 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്ഥലത്ത് നിങ്ങൾക്ക് ഇതുപോലെ പുല്ലും കളകളും ഒക്കെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് യാതൊരുവിധ മണ്ണിനൊന്നും യാതൊരു കേടുപാടുകളും ഉണ്ടാവില്ല. വീണ്ടും നമുക്ക് ഈ പുല്ലൊക്കെ പോയി കഴിഞ്ഞാൽ കൃഷി ചെയ്യാനും അതുപോലെ തന്നെ ചെടികളൊക്കെ നട്ടു വളർത്താനും ഒക്കെ കഴിയും. അപ്പം ഇതൊരു നാച്ചുറലായിട്ടുള്ള ഒരു റെമഡിയാണ് പുല്ലുണക്കാനുള്ള. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വീട്ടിലുള്ള ഒരു 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് വേണ്ടത് ഉപ്പാണ്. പൊടിയുപ്പാണ് നമ്മൾ എടുക്കുന്നത്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഏരിയ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കവർ ഉപ്പ് പൊടിയുടെ ഒരു പകുതി ഉപ്പ് നിങ്ങൾക്ക് പകുതി പാക്കറ്റ് ഉപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സോപ്പ് പൊടിയാണ്. സോപ്പ് പൊടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സോപ്പ് പൊടിയാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു സോപ്പ് പൊടി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ സോപ്പ് പൊടി സർഫിൻ്റെ ആണ് എടുക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സോപ്പ് പൊടിയാണ് എടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒരു ഐറ്റമാണ് ഹാർപ്പിക്ക്. ബാത്റൂം ക്ലീനിങ്ങിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് ഹാർപ്പിക്ക്. പക്ഷെ നമ്മളിവിടെ നീല ഹാർപ്പിക്കല്ല യൂസ് ചെയ്യുന്നത്. നമുക്ക് ചുമന്ന റെഡ് കളറിലെ ഹാർപ്പിക്കാണ് വേണ്ടത്. ഈ ഒരു ഹാർപ്പിക്കാണ് വേണ്ടത്. ഇത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഹാർപ്പിക്ക് ഞാനിവിടെ ഇതിൻ്റെ ഈ ഒരു അടപ്പുണ്ടല്ലോ, അടപ്പിന് നിങ്ങൾക്ക് 1-2 വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതിന് ഒരടപ്പ് ഹാർപ്പിക്കാണ് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഹാർപ്പിക്ക് ഞാൻ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ വീട്ടിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ സോഡാപ്പൊടി അഥവാ ബേക്കിംഗ് സോഡയാണ്. അതുകൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇതിനൊരു 1/2 ബക്കറ്റ് വെള്ളം തന്നെ ഇല്ല, അതിന് താഴെയാണ്. നിങ്ങൾക്ക് 1 ബക്കറ്റ് വെള്ളത്തിലാണ് ഇതെല്ലാം വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് പൊടിയുപ്പ്, ഒരു 1/2 പാക്കറ്റ് പൊടിയുപ്പ്, അതുപോലെ തന്നെ കുറച്ചേറെ സോഡാപ്പൊടി, അതുപോലെ തന്നെ ഒരു 4-5 ടേബിൾ സ്പൂൺ സോപ്പ് പൊടി, അതുപോലൊക്കെ തന്നെ ഈ ഒരു ചുമന്ന കളറിലെ ഹാർപ്പിക്കിൻ്റെ ഒരു 4 അടപ്പ് നിറച്ച് ഹാർപ്പിക്ക്, ഇത്രയും നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പം നിങ്ങൾ എല്ലാത്തിൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടി വേണം എടുക്കാൻ. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് ഞാൻ പറയാൻ വിട്ടുപോയി, ഒരു ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ഇതും വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ വിനാഗിരിയാണ്. വിനാഗിരി നിങ്ങൾ ഒരു കുപ്പിയുടെ ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ ഒരു 1/2 ഭാഗത്തോളം വിനാഗിരി നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു കപ്പിലേക്ക് ഒഴിച്ചതിന് ശേഷം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട്. അതുകൂടെ ഞാൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ നിങ്ങളിത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല
മഴയുള്ള സമയത്ത് ഇത് യൂസ് ചെയ്യരുത്. കാരണം നമ്മൾ മഴയുള്ള സമയത്ത് ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ഇത് ചിലപ്പോൾ ഒരു ദിവസം എടുക്കും, ചിലപ്പോൾ ഒരു 15 മിനിറ്റ് അല്ലെ ഒരു ദിവസത്തിനുള്ളിൽ എന്തായാലും നമുക്ക് ഇത് പുല്ലും അതുപോലെ തന്നെ എല്ലാം ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മൾ മഴ പെയ്യുന്ന ഇത് ഒഴിച്ചതിന് ശേഷം മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത്, ഇത് നമ്മൾ സ്പ്രേ ചെയ്യുമ്പം വെയിലുള്ള സമയത്ത് തന്നെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു 100% റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു സ്പ്രേയർ എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് ഇത് സ്പ്രേ ആവുന്നില്ല. അത് കാരണം ഞാൻ ഇനി ഒരു കുപ്പിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. കുപ്പിയിലേക്ക് ഇത് നിറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഈ കുപ്പിയിലെ അടപ്പിൽ ഞാനൊരു 5-6 ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്പ്രേ ചെയ്യും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഭാഗം ഒന്ന് സ്പ്രേ ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ നമ്മളിത് ചെയ്തിട്ട് ഇന്നലെ വൈകിട്ടാണ് ചെയ്തത്. ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട്, വൈകുന്നേരം ആയിട്ടില്ല. നമുക്ക് ഒരു ദിവസത്തെ ടൈം കൊണ്ട് ഇത്രയൊക്കെ പുല്ലുകളെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ്. അതുപോലെ തന്നെ ബാക്കി പുല്ലെല്ലാം കരിഞ്ഞുണങ്ങി പോയിട്ടുണ്ട്. കണ്ടില്ലേ, ഇലകളെല്ലാം വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് മഴ പെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടിയതിനെ. കണ്ടില്ലേ, ഇലകളെല്ലാം വാടി ഉണങ്ങി കരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും കണ്ടില്ലേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇലകളെല്ലാം വാടി കരിഞ്ഞ്, ഞാനൊരു കുറച്ച് സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. അവിടെ എല്ലാ ഇലകൾ വാടി കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ചെയ്യുക. മഴയില്ലാത്ത സമയത്ത് വേണം ചെയ്യാൻ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. 100% റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണിത്. ഇത് നമ്മുടെ പറമ്പിലെ പുല്ലുകളും അതുപോലെ ഗാർഡനിലെ ചെറിയ ചെറിയ കളകളും എല്ലാം നശിപ്പിക്കാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കണ്ടില്ലേ, ഇലകളെല്ലാം ഉണങ്ങി കരിഞ്ഞിട്ടുണ്ട്.